കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഐ തിങ്ക് നന്നായിട്ട് ഓടും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം. മമ്മൂക്കയുടെ പഴയ ഡയലോഗ് കേട്ടിട്ടുണ്ട്. അവർ ഭയങ്കര പച്ചക്കാണ് ഡയലോഗൊക്കെ പറയുന്നത്. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മൂക്കിൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദേഷ്യം പോലെ. ഭയങ്കര പവർഫുൾ ക്യാരക്ടർ. അത് ഇപ്പോഴൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ല നമുക്ക്. എല്ലാവരുടെ ക്യാരക്ടർ ഗീത ഒക്കെ കാണാൻ എന്ത് രസമാണ് സ്ക്രീനിൽ. നന്നായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയിപ്പോയും. നല്ല ടൈറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഭയങ്കര പവർഫുൾ. ഐ തിങ്ക് ഐ വി ശശിയുടെ ഏറ്റവും നല്ല ഒരു പടമായിട്ട് ബെസ്റ്റ് വർക്കാണ്. അന്നത്തെ ഒരു ജീനിയസ് ലെവൽ തോന്നും. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു. അവർ 3 ലേഡീസാണ്. 3 അവരവരുടെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗീത ആണെങ്കിലും മറ്റേ ഒരു സീമ ആണെങ്കിലും പിന്നെ മറ്റ് ഒരു 3 അവരവരുടെ ക്യാരക്ടർ പിടിച്ച് നിൽക്കുമായിരുന്നു. തുല്യം റോളൊക്കെ ഉണ്ടായിരുന്നത് പോലെ. ഇപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ല. വളരെ ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര വേറെ എന്തോ കണ്ട പോലെ, നമ്മുടെ സാധാരണ പടം കാണാതെ വേറെ എന്തോ കണ്ട പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഡിഫറെൻറ്റ്, ഇൻട്രസ്റ്റിംഗ്, ഇൻവോൾവ് ആയി പോയി ഞാൻ ഫിലിമിൽ. 1 മിനിറ്റ് പോലും ഞാൻ ബോറടിച്ചില്ല. 38 വർഷം മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയൊരു കാര്യമാണ്. അതൊക്കെ ഐ വി ശശി, മമ്മൂട്ടി അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്താണ് മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആയെന്നൊക്കെ ഈ പടം കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്.